السلام عليكم ورحمة الله. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد مصطفى صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. المال والبنون زينة الحياة الدنيا، والباقيات الصالحات خير عند ربك ثوابا وخير أملا. يا أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പകർത്തിയും പാലിച്ചും പടച്ച റബ്ബിനെ ഭയപ്പെട്ട് തഖ്വയോടു കൂടിയൊരു ജീവിതം നയിക്കണമെന്ന് സ്വയം മറക്കാതെ എല്ലാവരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ച റബ്ബ് മുത്തഖീങ്ങളായ മുവഹിദുകളായ ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ പരലോക വിശ്വാസവും ഈ ദുനിയാവിൻ്റെ നൈമിഷികതയെക്കുറിച്ച് അറിയുന്ന, പരലോക ജീവിതത്തിൻ്റെ പ്രാധാന്യവും അതിനെത്രമാത്രമാണ് ഇസ്ലാം കൊടുക്കുന്ന സ്ഥാനം പരിശുദ്ധ ഖുർആനും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നൽകിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്ന മുസ്ലിം ഉമ്മത്തിലെ ആളുകൾ മഹാഭൂരിപക്ഷവുമൊക്കെ ദുനിയാവിൻ്റെ ആളുകളായി അതിൻ്റെ പിന്നാലെ പരക്കം പായുന്ന ഒരു രംഗമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഈ സമയത്ത് നാം മനസ്സിലാക്കേണ്ടത്, ചിന്തിക്കേണ്ടത്, പരിശുദ്ധ ഖുർആൻ എത്രത്തോളമാണ് ആ വിഷയത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ മനുഷ്യൻ എങ്ങനെയാണ് ഇഹലോകത്തെയും പരലോകത്തെയും നോക്കിക്കാണേണ്ടത് എന്ന് വ്യക്തമായി മനുഷ്യന്റെ മുമ്പിൽ വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ സൂറത്ത് ബഖറയിലെ 200, 201, 202 ആയത്തുകൾ വിശദീകരിക്കുന്നിടത്ത് അവിടെ പറഞ്ഞൊരു വിഷയമുണ്ട്. മനുഷ്യന്മാരുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു തആല പറയുകയാണ്, ഫമിനന്നാസി, ജനങ്ങളിലുണ്ട്, മൈ യഖൂലു, പറയുന്ന ആളുകൾ. എന്താണ് അവരുടെ പറച്ചിൽ, അവരുടെ തേട്ടം, അവരുടെ പ്രധാനപ്പെട്ട അജണ്ട? റബ്ബന ആത്തിന, അവരുടെ ദുആകളിൽ പലപ്പോഴും അവരാറുള്ളത് റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ആത്തിന, ഞങ്ങൾക്ക് നൽകണമേ, ഫിദ്ദുനിയ, ഈ ദുനിയാവിൽ എല്ലാം ഞങ്ങൾക്ക് ദുനിയാവിൽ നൽകണം. ദുനിയാവിന്റെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി മത്സരിക്കുകയും പ്രവർത്തിക്കുകയും ഊണും ഉറക്കവും ഒഴിവാക്കുകയും അതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും ചെയ്യുക. അവന്റെ പ്രാർത്ഥനകളിലും തേട്ടങ്ങളിലും എല്ലാം അവനുണ്ടായിരിക്കുന്ന റബ്ബന ആതിന ഫിദ്ദുനിയ, ദുനിയാവിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് തരണം. വമാ ലഹു ഫിൽ ആഖിറ, അല്ലാഹു തആല പറയും, അങ്ങനെയുള്ള ആളുകൾക്ക് ആഖിറത്തിൽ, അവരുടെ അവസാന കാല ജീവിതത്തിൽ അവർക്കില്ല മിൻ ഖലാഖ്, ഒരു ഓഹരിയും അവർക്കുണ്ടായിരിക്കുകയില്ല എന്നുള്ളതാണ്. എങ്കിൽ ഏത് നിലപാടാണ് വിശ്വാസം സ്വീകരിക്കേണ്ടത്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരാണ്, വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനാ, അവരിലുണ്ട് പറയുന്ന ആളുകൾ റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ആതിന, നീ ഞങ്ങൾക്ക് നൽകണമേ അല്ലാ, ഫിദ്ദുനിയാ ഹസന, ദുനിയാവിൽ ഞങ്ങൾക്ക് നീ ജീവിക്കാനുള്ള നന്മയുള്ള നല്ലത് എല്ലാം പ്രദാനം ചെയ്യണം. ഞങ്ങളിലും ഞങ്ങളെ മക്കളിലും ഞങ്ങളെ ബിസിനസ്സുകളിലും ജോലികളിലും എല്ലാറ്റിലും നീ നന്മ പ്രദാനം ചെയ്യണമേ അല്ലാ. വഫിൽ ആഖിറ, അപ്രകാരം ആഖിറത്തിലും പരലോകത്തിലും ഹസന, നന്മ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ അല്ലാ. വഖിനാ അദാബന്നാർ, കത്തിയാളുന്ന തീജ്വാലകളുള്ള ആ നരകലോകത്തിന്റെ ഭീകരമായ രംഗത്ത് നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ അല്ലാ. എന്നിട്ട് അല്ലാഹു പറയാണ്, ഇങ്ങനെ ദുആ ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെ തേട്ടമുള്ള ആളുകൾ, ഉലൈക ലഹും നസീബും മിമ്മാ കസബൂ, അങ്ങനെയുള്ള ആളുകൾക്കാണ് അവർ സമ്പാദിച്ചത് അതിന്റെ ഓഹരി, നസീബ് അവർക്ക് ലഭിക്കുക. വല്ലാഹു സരീഉൽ ഹിസാബ്, അല്ലാഹു ഏറ്റവും വേഗത്തിൽ വിചാരണ നടത്തുന്നവനാണ്. വിശ്വാസികൾ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് വ്യക്തമായി പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചു തരികയാണ്. ഇഹലോകത്തിന്റെയും പരലോകത്തിന്റെയും അവസ്ഥകൾ, അത് മറന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. പരലോകത്തിന്റെ കാര്യം ഏറ്റവും കൂടുതൽ പ്രാധാന്യവും പ്രാമുഖ്യവും നൽകേണ്ടത് പരലോകം തന്നെയാണ്. അത് പരിശുദ്ധ ഖുർആനിന്റെ തേട്ടമാണ്. അതേ രൂപത്തിൽ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. വിശ്വാസികളെ നമ്മുടെ ജീവിതം അങ്ങനെയാണ് ഉണ്ടാകേണ്ടത്. സ്വഹാബാക്കൾ എത്രമാത്രമാണ് അവരുടെ ആ വിഷയം കൈകാര്യം ചെയ്തത് അറിയുമോ? നമുക്കൊക്കെ പലപ്പോഴും ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായ നഷ്ടം, ശാരീരികമായിട്ടുള്ള രോഗങ്ങളോ ദുരിതങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ നമ്മളെ അലട്ടിയാൽ, അല്ലെങ്കിൽ മറ്റു പല ഭൗതികപരമായിട്ടുള്ള നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും പരീക്ഷണങ്ങളോ പരാജയങ്ങളോ പരീക്ഷകളിലും ജോലികളിലുമൊക്കെ പരീക്ഷണങ്ങൾ അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ പലപ്പോഴും പരിതപിക്കാറുള്ളത്, പരാതിപ്പെടാറുള്ളത്, നമ്മൾക്ക് എന്താണ്, പടച്ച തമ്പുരാൻ എന്നെ വേണ്ടത്ര ഗൗനിക്കുന്നില്ല, എന്നെ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല എന്ന രൂപത്തിലെ ചിന്താഗതികളാണ് പല ആളുകൾക്കുമൊക്കെ ഉണ്ടാകുന്നത്. നമ്മൾ മനസ്സിലാക്കുക. സ്വഹാബ കിറാം, ഒരു നല്ല ഭക്ഷണം ഒരു നേരം ലഭിച്ചാൽ അവർക്ക് പേടിയാണ്. അവർക്ക് പലപ്പോഴും ചിന്തയാണ്, അല്ലാഹു തആല പരലോകം തരാതെ ഈ ലോകത്തിന് തന്നെ ഈ ജീവിതത്തിലെ സുഖസൗകര്യങ്ങൾ തന്ന് മതിയാക്കുമോ എന്ന്. നമുക്കറിയാം, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അറിയപ്പെട്ട പ്രവാചകന്റെ സ്വഹാബാക്കളിലെ വലിയ ബിസിനസ്സുകാരനാണ്, വലിയ വ്യാപാരിയായിരുന്നു. അദ്ദേഹം ഒരിക്കൽ നോമ്പെടുത്ത് ഇരിക്കുന്ന സമയം, വകാന സ്വായിമ,
ആ സമയം നല്ല സുഭിക്ഷമായ സമൃദ്ധമായ ഭക്ഷണം അദ്ദേഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരപ്പെടുകയാ. ആ സമയം അദ്ദേഹം പറയുന്ന ആ ഭക്ഷണങ്ങളിലേക്ക്, വിഭവങ്ങളിലേക്ക് നോക്കിയിട്ട് എനിക്ക് എന്റെ സഹോദരൻ മുസ്അബ് ബിൻ ഉമൈർ ഉണ്ടായിരുന്നു. അദ്ദേഹം വലിയ ധനാഢ്യനായിരുന്നു, വലിയ പണക്കാരനായിരുന്നു. സുഖങ്ങളുടെയും സമ്പൽ സമൃദ്ധിയുടെയും മടിത്തട്ടിലാണ് അദ്ദേഹം വളർന്നത്. ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ അദ്ദേഹം കട്ടപ്പാടും പ്രയാസവും ദാരിദ്ര്യവും അനുഭവിച്ച മനുഷ്യനാണ്. ഇസ്ലാം ആകുന്നതിന് മുമ്പ് അദ്ദേഹം വലിയ സുഖ സൗകര്യങ്ങളിൽ ലോലുപതയിൽ ജീവിച്ച ആളാ. രാവിലെ ധരിച്ച ഡ്രസ്സല്ല വൈകുന്നേരം, രാവിലെ പൂശിയ അത്രല്ല വൈകുന്നേരമാകുമ്പം അദ്ദേഹത്തിന്റെ വല്ലാത്ത ജീവിതം, ആഡംബര ജീവിതം നയിച്ച അദ്ദേഹമാണ്. എന്നിട്ട് അദ്ദേഹത്തെ അദ്ദേഹം ഇസ്ലാമായതിനു ശേഷം അദ്ദേഹത്തിന്റെ മരിച്ച രംഗം ആലോചിച്ചുകൊണ്ട് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അദ്ദേഹം എന്നേക്കാളും ഉത്തമന കുഫിന ബി ബുർദ, അദ്ദേഹത്തെ കഫൻ ചെയ്യാൻ 3 കഫൻ പോലും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ ഒരു കഫൻ പുടവയിലാണ് കഫൻ ചെയ്തു. തല മറച്ചാൽ കാല് പുറത്താകുന്ന അവസ്ഥ. അദ്ദേഹത്തിന്റെ കാല് മറച്ചാൽ തല പുറത്താകും, തല മറച്ചാൽ കാല് പുറത്താകും. ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് അദ്ദേഹം മരിച്ചുപോയത്. അദ്ദേഹം ദുനിയാവിലെ സുഖ സൗകര്യങ്ങൾ മുസ്ലിമായതിന്റെ പേരിൽ, വിശ്വാസിയായതിന്റെ പേരിൽ ഒരു നേരം പോലും നമ്മൾ കഴിക്കുന്ന സുഭിക്ഷമായ ആഹാരം പോലും ആഹരിച്ചിട്ടില്ല, ഭക്ഷിച്ചിട്ടില്ല എന്നാലോചിച്ചുകൊണ്ട് മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുകയാണ് സങ്കടത്തോടുകൂടി, ദുനിയാവിൽ ഒരുപാട് സുഖ സൗകര്യങ്ങൾ അല്ലാഹു തആല നമുക്ക് വിശാലമാക്കി തുറന്നു തന്നിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എല്ലാം ദുനിയാവിൽ നൽകപ്പെട്ടു, ഞങ്ങൾ ഭയപ്പെടുകയാണ്. ഞങ്ങൾ ചെയ്ത നമസ്കാരങ്ങളും ഞങ്ങളുടെ നോമ്പുകളും ഞങ്ങളുടെ സക്കാത്തുകളും ഞങ്ങളുടെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മ സമരങ്ങളും ഞങ്ങളുടെ സ്വതക്കകളും ദാനധർമ്മങ്ങളും ഒക്കെ നൽകിയതിന്റെ പേരിൽ അല്ലാഹു തആല എല്ലാ പുണ്യങ്ങളും എല്ലാ പ്രതിഫലങ്ങളും സുഖ സൗകര്യങ്ങളും ദുനിയാവിൽ വെച്ച് ഞങ്ങൾക്ക് തന്നു തീർക്കുകയാണോ പെട്ടെന്ന് എന്ന് അദ്ദേഹം ഭയപ്പെടുകയാണ്. അദ്ദേഹം പിന്നീട് കരയുകയാണ്. അദ്ദേഹം ഭക്ഷണം ഒഴിവാക്കുന്നത് വരെ നീക്കിവെച്ചു, ഭക്ഷണം കഴിച്ചില്ല നോമ്പുകാരനായിട്ട് എന്നാണ് വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ, എത്രമാത്രമായിരുന്നു സ്വഹാബാക്കൾ ഇത് കണ്ടിരുന്നത്. സ്വഹാബാക്കളുടെയും നമ്മുടെയൊക്കെ നേതാവ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയതെന്ന് ചിന്തിച്ചാൽ മതി. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറയുന്നുണ്ട്, നാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹസീൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഈന്തപ്പന ഓലയുടെ ഒരു പായയിലായിരുന്നു ഉറങ്ങിയിരുന്നത്. വഖാമ, അദ്ദേഹം എണീറ്റു. വഖദ് അസ്സറ ഫീ ജംബിഹി, പ്രവാചകന്റെ ശരീരത്തിൽ, ആ വെളുത്ത ശരീരത്തിൽ അതാ പാടുകൾ ഉണ്ടായിരുന്നു. പ്രവാചകൻ ആ ഓലപ്പായയിൽ കിടന്ന് എണീക്കുമ്പോ ആ സമയം ഞങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹി, അല്ലാഹുവിന്റെ റസൂലേ, ലവിത്തഖദനാ ലക വിത്താ, നിങ്ങൾക്കൊരു വിരിപ്പുണ്ടാക്കി തരട്ടെ, നിങ്ങൾക്കൊരു വിരിപ്പുണ്ടാക്കി തരട്ടെ പ്രവാചകരെ, നിങ്ങൾക്കൊരു സൗകര്യം ഒന്ന് ഉണ്ടാക്കി തരട്ടെ എന്ന് പറഞ്ഞപ്പോ ഈന്തപ്പന ഓലയിൽ കിടന്നുറങ്ങുന്ന റസൂല് എണീറ്റ് കൊണ്ട് സ്വഹാബാക്കൾക്ക് കൊടുത്ത മറുപടി, മാലി വലി ദുനിയാ, ഞാനും ദുനിയാവുമായി എന്ത് ബന്ധമാണ്? ഒരു യാത്രക്കാരൻ യാത്ര ചെയ്യുമ്പോ അവന് ക്ഷീണം മാറ്റാൻ, അവന് വിശ്രമിക്കാൻ ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുമ്പോൾ അല്പനേരം വിശ്രമിച്ചു സുമ്മറ, പിന്നെ അവൻ യാത്ര ചെയ്തു പോകും. ആ മരച്ചുവടിനെ ഒഴിവാക്കി പോകും പോലെ ദുനിയാവിൽ അല്പകാലം എന്റെ ജീവിതമുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാ. വിശ്വാസികളെ, നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മളൊക്കെ അവസ്ഥ എന്താ? ഇന്നുള്ള മത നേതാക്കന്മാരുടെ അവസ്ഥ, അവർക്ക് എവിടെയെങ്കിലും വയലിന് വരണമെങ്കിൽ വലിയ വാഹനം വേണം, അവർ സുഭിക്ഷമായ വണ്ടി വേണം, സുഖ സൗകര്യങ്ങൾ ഉണ്ടാകണം, അല്ലെ? അവരെ ബുക്ക് ചെയ്യുമ്പോ ഇത്രയായിരിക്കണം അവരുടെ ഫീസ്,
എന്തെല്ലാം അവസ്ഥയിലാ അല്ലെ. അവർക്ക് ചെറിയൊരു വാഹനം വന്നാൽ അതിലവർ കയറൂല, ചെറിയ താമസം കൊടുത്താൽ അവർക്ക് സംതൃപ്തി, അവർ പിറ്റത്തെ അവസ്ഥ വിളിച്ചാൽ അവർ അങ്ങോട്ട് പോകൂല അല്ലെ. അള്ളാഹിന്റെ ഹബീബിന്റെ അവസ്ഥ ഇന്ന് മത നേതാക്കന്മാരും മത അനുയായികളും ഒക്കെ മനസ്സിലാക്കേണ്ട അവസ്ഥയാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ വീട്ടിൽ മാസങ്ങളോളം തീ മൂട്ടാത്ത രംഗങ്ങൾ ഉണ്ടായില്ലേ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളും പച്ചവെള്ളവും പച്ചലയും തിന്ന് ശഅബ് ഇബ്നു അബീ ത്വാലിബിന്റെ കുന്നൻ ചെരുവിൽ ഇസ്ലാം മുസ്ലിം ആയതിന്റെ പേരിൽ, വിശ്വാസികളായതിന്റെ പേരിൽ ജീവിച്ചില്ലേ? മൃഗങ്ങൾ കാട്ടിക്കും പോലെ കാട്ടിട്ടില്ലേ അല്ലെ? ഖന്തക്ക് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ വിശപ്പടക്കാൻ ഭക്ഷണമില്ലാഞ്ഞിട്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി വന്ന് പറഞ്ഞു, നബിയേ, ഇതാ ഒരു കല്ല് വെച്ച് കെട്ടിക്കൊണ്ടാണ് ഭക്ഷണം കഴിക്കാൻ ഇല്ലാഞ്ഞ് വിശപ്പ് മാറാൻ ഒരു കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട്. വയ്ക്കാൻ ഒന്നുമില്ല ഞങ്ങളെ കയ്യിൽ, ഭക്ഷണമില്ല. ആ സമയം പ്രവാചകൻ തന്റെ ശറഫാക്കപ്പെട്ട ശരീരം ഇങ്ങനെ കാണിച്ചു കൊടുത്തു, വയറുഭാഗം കണ്ടോ, ഞാൻ 2 കല്ലുകളാ വെച്ച് കെട്ടിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഹബീബ് ഇതിനേക്കാളും ദാരിദ്ര്യം കഷ്ടപ്പാട് അനുഭവിച്ചു അല്ലേ? അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത അദ്ദേഹം നമസ്കാരത്തിന് സഫുകളിൽ വന്നു നിന്നാൽ ഒരു നേരം ഭക്ഷണം കഴിക്കാനില്ലാഞ്ഞിട്ട് പലപ്പോഴും സഫിൽ നിന്നാൽ വീഴുന്ന അവസ്ഥയാ അല്ലേ? നമ്മളൊക്കെ വീഴാറുണ്ട്. അപ്പോ റമളാൻ ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ച് മൂക്കറ്റം കഴിഞ്ഞിട്ട് തറാവിക്ക് പോകുമ്പോൾ ഒരു വികല, ആ വികലല്ലേ ഈ പറഞ്ഞത് അല്ലെ? തറാവിസ്കരിക്കാൻ തന്നെ പല ആളുകൾക്കും മടി. എന്ത് മയ്യത്തിസ്കാരാണെങ്കിൽ നോക്കാം, തറാവിസ്കരിക്കാൻ കഴിയില്ല, എത്രമാത്രം തിന്നിട്ട്. സ്വഹാബാക്കളോ ഒരല്പം വയറിലൊന്നും തിന്നാനില്ലാഞ്ഞിട്ട് മറിഞ്ഞു വീയ സ്വപ്ന്ന്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമുക്കിന്ന് ദുനിയാവിന്റെ കാര്യം, നമുക്കിന്ന് ഇല്ലാത്ത അസുഖമുണ്ടോ? ഓരോ ഹോസ്പിറ്റലിൽ പോയി നോക്കി, ഏറ്റവും കൂടുതൽ മുസ്ലിം ഉമ്മത്തിലെ ആളുകളാ. ഏത് മംഗലാപുരത്ത് എത്ര ഹോസ്പിറ്റലുണ്ട്? സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ഏറ്റവും അധികം OP-യിലെ ക്യൂ ആരാ? നമ്മൾ അല്ലാഹു റസൂലും പറഞ്ഞു, കുലു വശ്റബു വലാ തുസ്രിഫു, തിന്നോളി കുടിച്ചോളി, അമിതത്വം കാണിക്കരുത്. ഇന്ന് എന്താ അമിതത്വമില്ലാത്ത? നമ്മളെ കല്യാണങ്ങൾ എടുത്തു നോക്കൂ സുഹൃത്തുക്കളെ, നമ്മളെ വീട്ടിലെ എന്തെങ്കിലും സെലിബ്രേഷൻ, ഒരു ആഘോഷം എടുത്തു നോക്കൂ, എന്താണ് അവസ്ഥ? ഏറ്റവും അധികം 1/3 വെള്ളം, 1/3 ഭക്ഷണം, 1/3 വായുവിന് ഒഴിച്ചിരുന്നെന്ന് പറഞ്ഞ പ്രവാചകന്റെ അനുയായികൾ ഇതൊരവസ്ഥയിലെത്തി അല്ലെ? നമ്മളൊന്ന് ആലോചിച്ചത്, സ്വഹാബ കിറാം ഏറ്റവും അധികം സ്നേഹിച്ചത് ഇഹലോകത്തിനേക്കാളും പരലോകത്തെയാണ്. അവർ ഇഹലോകം കൊടുത്തുകൊണ്ട് പരലോകം വിലക്ക് വാങ്ങിയ ആളുകളാ. നമ്മളെ വിശ്വാസികൾ പല ആളുകളും ഇഹലോകം കൊടുത്തിട്ട് പരലോകം ഇങ്ങോട്ട് വാങ്ങാം അല്ലെ? പരലോകം കൊടുത്തിട്ട് ഇഹലോകം വാങ്ങാം. അതാണ് നമ്മളെ അവസ്ഥ, പരലോകം വിൽക്കുക. അപ്പോ യഥാർത്ഥ വിശ്വാസികളുടെ അവസ്ഥ പറയുന്നിടത്ത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് എന്താണ് നമ്മൾ മനസ്സിലാക്കണം? പരലോകത്തെ കുറിച്ചുള്ള ചിന്ത അല്ലെ? അല്ലാഹു തആല നമ്മളോട് തന്നെ പറയാം, നമ്മുടെ സ്വഭാവം വെച്ചുകൊണ്ട് നമ്മളോടൊക്കെ പറയുന്ന ഒരു രംഗം ഖുർആൻ നമ്മളോടാണോ പറയുന്നത് എന്ന് ചിന്തിച്ചു പോകും. കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില, കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില. ദുനിയാവിനെ അല്ലേ നിങ്ങൾ അധികം ഇഷ്ടപ്പെടുന്നത്, സ്നേഹിക്കുന്നത് അല്ലേ? നൈമിഷികമായ ഏത് സമയവും നിങ്ങളിൽ നിന്ന് വിട പറയും. നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ ബിസിനസ് എല്ലാം തകർന്ന് തരിപ്പണമാകും. നിങ്ങൾക്കൊരു വൃക്ക തകരാറിലായാൽ മതി, നിങ്ങളൊരു ഹാർട്ട് പേഷ്യന്റ് ആയാൽ മതി, നിങ്ങളൊരു ക്യാൻസർ രോഗിയായാൽ മതി, അതിന് നിരന്തരമായ ചികിത്സകൾ, മജ്ജയ്ക്ക് നിങ്ങൾക്കൊരു അസുഖം വന്നാൽ മതി, മജ്ജ മാറ്റി വെക്കേണ്ട വന്നാൽ മതി. ഏത് പണക്കാരനും ഒക്കെ കുത്തുവാള എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ എന്ന് പറഞ്ഞതുപോലെ ഒരു നിമിഷം മതി വിശ്വാസികളെ. ഇല്ല, ഇതൊക്കെ നീങ്ങിപ്പോകും, കാലാകാലം നിലനിൽക്കുകയില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ആരാ ഇതിനൊക്കെ ചിന്തിക്കുന്ന ആളുകൾ? അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ആഖിറത്തെ ഒഴിവാക്കല്ലേ. ഒരു കല്യാണാന്വേഷണം വന്നു നോക്കണ്ടേ നമ്മളെ മക്കൾക്ക്? നമ്മൾ എന്താ നോക്കുക? ആഖിറ നോക്കുക, ദീനാ നോക്കുക, പരലോകാ നോക്കുക? നമ്മളൊന്ന് എടുത്തു നോക്കി. ഭൗതികമായി ആ പ്രിയാപ്പൾക്ക് ഉണ്ടായിരിക്കുന്ന എത്ര ആസ്തികളുണ്ട്, എത്ര സമ്പന്നന, എത്ര കാറ്റഗറിയിലുള്ള എത്ര ശമ്പളമാണെന്നുള്ളത് അല്ലേ? അള്ളാന്റെ റസൂൽ പറഞ്ഞു, അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ഇദാ ഖാതബ ഇലൈക്കും മൻ തർളൗന ദീനഹു വഖുൽഖുഹു ഫസവ്വിജു. അല്ലേ? നിങ്ങൾ ദീൻ ഇഷ്ടപ്പെടുന്ന അതേ രൂപത്തിൽ മതബോധമുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നാൽ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണം. നമ്മൾ നോക്കുന്നതാ? അല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില, ദുനിയാവല്ലേ അല്ലേ? അതേ രൂപത്തിൽ തന്നെ ഒരു പെൺകുട്ടിയെ തിരയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു, നമ്മളെ റസൂല് പഠിപ്പിച്ചു. എന്താ നമ്മളെ അവസ്ഥ? വലിയ അതേ ഗ്രേഡ് വേണം. എന്റെ മകൻ ഡോക്ടർ, അതുകൊണ്ട് ഡോക്ടർ തന്നെ വേണം. ഡോക്ടർ ദീനുണ്ട്, ദീനൊന്നും പ്രശ്നമല്ല. ഓൾ എഞ്ചിനീയർ ആയിരിക്കണം, എന്റെ മോൻ എഞ്ചിനീയറാ, അവളുടെ ബിടെക്കാ, അവൾക്കും കിട്ടണത്.
എന്റെ മോളെ ഇതാണ്, അതുകൊണ്ട് ആവും കിട്ടണം. ഒരു ഗൾഫിൽ നല്ല നല്ല ജോലി കിട്ടുമല്ലോ. ദുനിയാവും ആഖിറത്തും നോക്കൂല. സഹാബാക്കൾ അങ്ങനെയല്ല. സഹാബാക്കള് ദീനിനെ പരിഗണിച്ചിരുന്നു. അല്ലാഹ് പറയാ പരലോകത്തെ നിങ്ങൾ ഒഴിവാക്കുകയാണല്ലോ. വിശ്വാസികളെ, ഇതിന്റെ ഗൗരവം നമ്മൾ അറിയണം. എന്തിനാ പടച്ച തമ്പുരാൻ ഇതൊക്കെ ആക്കി ഇവിടെ സുഖ സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്നത്? എന്തിനാ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, ഇന്ന ദുനിയാ ഖളിറ ഹുൽവ, ദുനിയാവ് പച്ച പിടിച്ചതാ, ദുനിയാവ് മാധുര്യമുള്ളതാ. വ ഇന്നല്ലാഹ മുസ്തഖ്ലിഫുകും ഫീഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഇവിടെ പ്രതിനിധികളായി നിശ്ചയിച്ചത് എന്തിനു വേണ്ടിയാണെന്നോ? ഇത് കണ്ണഞ്ചിപ്പിക്കുന്ന സുഖ സൗകര്യങ്ങളുടെ പിന്നാലം പാഞ്ഞ് പരക്കം പോയി ആവോളം ആസ്വദിച്ച് സുഖിച്ച് ജീവിക്കാനല്ല. അല്ലാഹു തആല ഫനാലുൻ കൈഫ തഅമലൂൻ, നിങ്ങൾ എന്താണ് പ്രവർത്തിക്കുന്നത് അല്ലാഹു നോക്കണം. അതുകൊണ്ട് അറിയണേ, ഫത്തഖുദ്ദുനിയാ വത്തഖുന്നിസാ, നിങ്ങൾ ദുനിയാവിനെയും സ്ത്രീകളെയും സൂക്ഷിക്കണേ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇന്ന അവ്വല ഫിത്ന ബനി ഇസ്രായീൽ കാനത് ഫിന്നിസാ, ബനി ഇസ്രായേൽ ആദ്യത്തെ നാശം ഇത് സ്ത്രീകളിലാണ്. അല്ലേ? നമ്മളൊന്ന് ആലോചിച്ചു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മുന്നറിയിപ്പ. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വല അഖ്ശാ ലക്കും അൽ ഫഖറ, ദാരിദ്ര്യം എന്റെ ഉമ്മത്തിന് ഉണ്ടാകും ഞാൻ ഒരിക്കലും ഭയപ്പെടുന്നില്ല. എന്റെ ഉമ്മത്തിന് ഞാൻ ഭയപ്പെടുന്നത് ദുനിയാവത് വിശാലമാക്കപ്പെടുമോ, അതിൽ എന്റെ ഉമ്മത്ത് മത്സരിക്കുമോ എന്ന ചിന്താഗതിയാ. ഇതിനെ കുറിച്ചിട്ടാ ഭയം, ഇതിനെ കുറിച്ചിട്ടാ ചിന്ത. അള്ളാഹുന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ വിഷമിക്കുകയും ചിന്തിക്കുകയും ചെയ്തത് അതുകൊണ്ടാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് വിശ്വാസികളെ, ഈ ദുനിയാവിനോട് അമിതമായ ഭ്രമം തോന്നിയാൽ, പ്രേമം തോന്നിയാൽ പിന്നെ ആഖിറം നിസ്സാരമായിരിക്കും. ആഖിറത്തെ അവർ പരിഗണിക്കുകയില്ല എന്നുള്ളതാ. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ആഖിറത്തിലുള്ള വിശ്വാസം പോലും അവരുടെ നാവിൻ മുമ്പിലുണ്ടാകും. എന്താണ്? വമിനന്നാസ് മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ. അല്ലേ? അല്ലാഹുവിലും പറയത്തില്ല വിശ്വാസം ഉണ്ടെന്ന് പറയും, ജീവിതം കണ്ടാൽ തോന്നില്ല അവർ യഥാർത്ഥ വിശ്വാസികളല്ല. അല്ലേ? ഖുർആൻ സൂറത്ത് യൂനുസിൽ എന്താ പറഞ്ഞത്? ഇന്നല്ലദീന ലാ യർജൂന ലിഖാനാ, തീർച്ചയായും നമ്മളെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കാത്ത ആളുകൾ, വറളൂ ബിൽ ഹയാത്തിദ് ദുനിയാ, ഐഹികമായ സുഖ സൗകര്യങ്ങളിലും അതിന്റെ സൗകര്യങ്ങളിലും സംവിധാനങ്ങളിലും ആ അലങ്കാരങ്ങളിലും മാത്രം തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, അതുകൊണ്ട് ദുനിയാവിൽ എന്തെങ്കിലും കിട്ടിയ അത് സമാധാനം. ദുനിയാവിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അത് ടെൻഷനും വിഷമവും പ്രയാസവും. ഇല്ലേ? വല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ, തീർച്ചയായും അവർ നമ്മുടെ അതങ്ങളിൽ അശ്രദ്ധരാകുന്നു. എന്താണ് ഇതിന്റെ ദുരന്ത ഫലം? ഉലൈക മഅവാഹുമുന്നാർ, അവരുടെ അഭയകേന്ദ്രം അവർക്ക് ഇവിടെ സുഖിച്ച് എല്ലാം ആസ്വദിച്ച് അനുഭവിച്ച് ചെന്ന ആളുകൾ മരണപ്പെട്ട് റബ്ബിന്റെ അടുക്കലേക്ക് ചെന്നാൽ എത്ര പണക്കാരനാണെങ്കിലും അവന്റെ പണം അവന് ഉപകാരപ്പെടില്ല എന്നുള്ള പറഞ്ഞില്ലേ? അവന്റെ നരകമാണ്. വിശ്വാസികളെ നമ്മളത് സ്വീകരിക്കുക. ഇതുകൊണ്ടാണ് ഇന്ന് നമ്മൾ മതപരമായ കാര്യങ്ങൾ പറയുമ്പോൾ, ഇന്ന് മതപരമായ കാര്യങ്ങളെ ഉൾക്കൊള്ളാനും അത് പകർത്താനും ജീവിതം ഇസ്ലാമികമായി ഉണ്ടാക്കി തീർക്കണം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പ്രയാസം. ഇതുകൊണ്ടാണ് ഈ ദുനിയാവിനെ ഏറെ സ്നേഹിക്കുകയും പരലോകത്തെ മറക്കുകയും ചെയ്തത് കൊണ്ടാണ്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞില്ലേ, ചില ആളുകളുടെ സ്വഭാവം പറഞ്ഞുകൊടുത്ത് പറഞ്ഞു, അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബ് വതക്ഫുറൂന ബിബഅദ്. അല്ലേ? കുറച്ച് കാര്യങ്ങള് അവർ ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുകയും നിങ്ങൾ കുറെ കാര്യങ്ങൾ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ് നിങ്ങൾ നിഷേധിക്കുകയൊക്കെ ചെയ്യും. അല്ലെ? ദീന് ഫുൾ ഉൾക്കൊള്ളുക. ദീന് പരിപൂർണമായി ഉൾക്കൊള്ളണം പറഞ്ഞാൽ ഉണ്ടാവില്ല, അത് ഉൾക്കൊള്ളാൻ ചിലർക്ക് മടിയാ. ഇന്നിപ്പോ നമ്മളെ ജീവിതത്തിലെ വേഷവിധാനങ്ങളിൽ നമ്മുടെ യുവാക്കളുടെ യുവതികളുടെ ഒക്കെ വേഷവിധാനം ന്യൂ ജനറേഷന്റെ എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് നമ്മുടെ മുമ്പിൽ പ്രകടമായ ഉദാഹരണങ്ങളൊക്കെ ധാരാളമുണ്ട്. അല്ലേ? പല ആളുകളും ചില കാര്യങ്ങൾ തൗഹീദിന്റെ കാര്യത്തിൽ, സുന്നത്തിന്റെ കാര്യത്തിൽ മാഷാ അല്ലാഹ് ഭയങ്കര ക്ലിയർ ആയിരിക്കും. മറ്റ് ഇസ്ലാമികമായ ഹലാലിന്റെയും ഹറാമിന്റെയും സാമ്പത്തികമായ വിശുദ്ധിയുടെയും കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ അതിൽ വളരെ സീറോ ആയിരിക്കും. മതത്തിന്റെ ഇസ്ലാമികമായ എല്ലാ കാര്യങ്ങളും പരിഗണിക്കണം. പൂർണ്ണമായി മുസ്ലിം ആവാൻ ധരിക്കാൻ
നിങ്ങൾക്ക് തടസ്സം ഖുർആൻ പറയാ. അങ്ങനെ ചെയ്താൽ ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക മിൻകും ഇലാ ഖിസ്യൻ ഫിൽ ഹയാത്തി ദുനിയ, ഇഹലോകത്തിലും പരലോകത്തിലും അപമാനം ഉണ്ടാവും. യൗമൽ ഖിയാമത്തി യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ്, ശക്തമായ ശിക്ഷയിലേക്ക് അവരെ മടക്കും. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അശ്രദ്ധനല്ല. എന്നിട്ട് എന്താ അവിടെ അല്ലാഹ് കാരണം പറഞ്ഞത്? ഉലൈകല്ലദീന ഇശ്തറൗൽ ഹയാത്തദ് ദുനിയ ബിൽ ആഖിറ, അവർ ആഖിറത്തിനെ അവർ എന്ത് ചെയ്തു? അവർ അൽഇശ്തറൗൽ ഹയാത്തദ് ദുനിയ, ദുനിയാവിനെ അവർ വില കൊടുത്ത് വാങ്ങി. ബിൽ ആഖിറ, ആഖിറത്തിന് പരലോകത്തിന് പകരം. ഫലാ യുഖഫഫു അൻഹുൽ അദാബ്, ശിക്ഷ ലഘൂകരിക്കുകയില്ല പരലോകത്ത്. വലാഹും യുൻസറൂൻ, അവരെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. അവർ വിചാരിക്കും ഞങ്ങളെ സഹായിക്കാൻ മൊയ്തീൻ ഷെയ്ഖ് ഉണ്ട്, റിഫായി ഷെയ്ഖ് ഉണ്ട്, അല്ല ഇന്ന ജാറങ്ങളിലും മക്ബറകളിലൊക്കെ മറമാടപ്പെട്ട് കിടക്കുന്ന അമ്പിയ ഔലിയാക്കളൊക്കെ ഉണ്ട്. അല്ലാഹ് പറയാ അവരെ സഹായിക്കാൻ ആരുമില്ല, അവർ സഹായികളാണെന്നും വിചാരിച്ച് അങ്ങോട്ട് ചെന്നിട്ട് ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് വിശ്വാസികളെ നമ്മൾ ചിന്തിക്കുക. ഇത് നമ്മളെ ജീവിതം വെച്ചിട്ട് നമ്മളൊന്ന് ബന്ധപ്പെടുത്തി നോക്കുക. നമ്മൾ എത്രമാത്രം നമ്മുടെ ഈ രംഗത്ത് നമ്മുടെ അവസ്ഥ എന്താ? പ്രവാചകൻ ഒരുപാട് ഉപമ പറഞ്ഞു. നിങ്ങൾ കടലിലൂടെ നടക്കുമ്പോൾ നിങ്ങളെ കൈയിന്റെ വിരൽ കടലിലൊന്ന് മുക്കുക. എന്നിട്ട് എത്ര തുള്ളികളാ നിങ്ങളുടെ കൈ വിരൽ തുമ്പുകളിലുള്ളത്, എത്ര ജലമാണ് കടലിലുള്ളത് എങ്കിൽ ആ കയ്യിൽ കിട്ടിയ വെള്ളത്തുള്ളികൾ അത്ര മാത്രമാണ് ദുനിയാവ്. ബാക്കിയുള്ളതെല്ലാം കടലിലുള്ള എല്ലാ മഹാസമുദ്രത്തിലെ ആ വെള്ളം മുഴുവൻ അതാണ് പരലോകം. ഇഹലോകം പരലോകമൊക്കെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അങ്ങനെയാ. ഖുർആൻ ഇഅ്ലമൂ, നിങ്ങൾ അറിയണം, അന്നമൽ ഹയാത്തുദ് ദുനിയ, ഐഹികമായ ജീവിതം എന്ന് പറയുന്നത് ലഅബൻ, കളിയാണ്. ഇല്ലേ, എല്ലാം കളിയാണ്. ഇപ്പൊ ദീനും കളിയാ. ദീന് കൊണ്ട് പല രൂപത്തിൽ എന്തെല്ലാം കളി. ഇപ്പൊ ദീനിൽ ദിക്ർ ചൊല്ലാറുണ്ട്, എന്തെല്ലാം ഡിസ്കോ ഡാൻസ് മോഡലിൽ പല രൂപത്തിലുള്ള ഡാൻസും പള്ളിയിൽ ഉള്ളിൽ ആട്ടും ലാ ഇല ഇല്ലല്ലാ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഹല്ല ഹൂ ഹല്ല ഹീ ഹല്ല. ആര് പഠിപ്പിച്ചതൊക്കെ? ഇതാ ഇസ്ലാം, ഇതാ ദീന്. എല്ലാം കളി, ദീനും കളി. അല്ലെ, ഇപ്പൊ ഫുള്ള് ആളുകൾ തന്നെ കളിയിലും വിനോദങ്ങളിലും കാര്യമാ. ലഅബുൻ വലഹ്വൻ, വിനോദമാ. അല്ലെ, വിനോദത്തിന് യാതൊരു കുറവുണ്ടോ? പ്രത്യേകിച്ച് റീൽസുകളിലൊക്കെ മുസ്ലിം ഉമ്മത്തിലെ ആളുകള് അവർ സ്റ്റാറ്റസ് വെക്കുക, മുസ്ലിം പേരും വെച്ചിട്ട് പല വിനോദങ്ങളിലും മുഴുകിയിട്ട് ഇസ്ലാമിനെ പറയിപ്പിക്കാൻ വേണ്ടി. വസീനത്തുൻ, അലങ്കാരമാണ്. എല്ലാം നല്ല ഭംഗിയും അലങ്കാരവും. വതഫാഖുറും ബൈനക്കും, നിങ്ങൾക്കിടയിൽ പൊങ്ങച്ചം നടിക്കല, ഫഹ്ർ പറയല എന്റെ മക്കളെ കുറിച്ച്. അല്ലെ, എന്തിലൊക്കെ? വതഖാസുറും ഫിൽ അംവാലി വൽ ഔലാദ്, മക്കളിലും സമ്പത്തിലും സന്താനങ്ങളിലുമുള്ള നിങ്ങൾ ആധിക്യം നടിക്കല. അല്ലേ, എന്റെ മകൾ, എന്റെ മക്കള്, അവര് വലിയവരാ, അവര് വലിയ ദറജയിലും വലിയ കാറ്റഗറിയിലും വലിയ സ്റ്റാറ്റസിലും ഒക്കെയുള്ള ആളുകളാ, എനിക്ക് ഇത്ര സമ്പത്തിലും ഇത്ര വരുമാനം. അങ്ങനെ ഇതിലാ ദുനിയാവ്. അല്ലാഹ് പറയാ ഇതൊക്കെ ഉണ്ടല്ലോ മക്കളെ, നിങ്ങൾ അലങ്കാരവും വിനോദവും ഈ പൊങ്ങച്ച നടിക്കൽ, ഇതൊക്കെ കമസലി ഗൈസിൻ, ഒരു മഴ പോലെയാ. അഅ്ജബൽ കുഫാറ നബാതു, മഴ പെയ്തപ്പോ സസ്യങ്ങളും കൃഷിയൊക്കെ നല്ലവണ്ണം അത് വളർന്ന് വലുതായപ്പം അതിങ്ങനെ തളിർക്ക് നിൽക്കുന്നത്, കായ്ച്ച് പുഷ്പിച്ച് നിൽക്കുന്നത് കണ്ടപ്പം കർഷകന് വല്ലാത്ത അത്ഭുതം തോന്നി, കൗതുകം തോന്നി. സുമ്മയഹീജു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വാടുകയാ. മുസ്വറ, മഞ്ഞ നിറം കാണുകയാ. സുമ്മയകൂനു ഹുതാമ, പിന്നെ ചണ്ടിയും ചവറുമാവുകയാ. വഫിൽ ആഖിറതി അദാബുൻ ശദീദ്, പരലോകത്ത് കഠിനമായ ശിക്ഷ. വമഅഫിറത്തും മിനല്ലാഹ്, അല്ലാഹുവിന്റെ തൃപ്തിയാണ്, വരിളുവാൻ സംതൃപ്തിയാണ് വേണ്ടത്. വമൽ ഹയാത്തുദ് ദുനിയ, ഐഹികമായ ജീവിതം ഇല്ലാ മതാഉൽ ഖുറൂർ, അത് വഞ്ചനയുടെ ലോകമല്ലാതെ മറ്റൊന്നുമല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി വിശ്വാസികളെ. അല്ലേ, ഒക്കെ നമ്മളെ ഈ കണ്ണാടിയിലൊക്കെ നമ്മൾ എത്ര നേരം നോക്കും? അല്ലേ, നോക്കി നമുക്ക് മതിയാകുന്നുണ്ടോ? കുറച്ചൻ കഴിഞ്ഞാൽ ഈ ചുളിയാൻ തുടങ്ങും, നിരവരാൻ തുടങ്ങും. അല്ലേ, നമ്മളെ ആരോഗ്യത്തിന്റെ ശക്തി ക്ഷയിക്കാൻ തുടങ്ങും. പിന്നെ ആർക്കെങ്കിലും നോക്കണോ? എല്ലാം അങ്ങനെ. ദുനിയാവിന്റെ ഏത് പച്ചപ്പും ഏത് വളർച്ചയും ഒക്കെ കുറച്ച് കഴിഞ്ഞ് അതൊക്കെ ഇങ്ങനെ വാടിപ്പോകും. അല്ലാഹു തആല പറയാ ഇങ്ങനെ തന്നെയാ ദുനിയാവ്, കുറച്ച് അസ്തമിക്കും. അതുകൊണ്ട് വിശ്വാസികളെ നമ്മൾ എന്തെങ്കിലും ദീനിന്റെ കാര്യങ്ങൾ, പ്രബോധന കാര്യങ്ങൾ, നമസ്കാരത്തിന്റെ കാര്യങ്ങൾ, ഖുർആനിന്റെ കാര്യങ്ങൾ, അവർ സുന്നത്തിന്റെ കാര്യങ്ങൾ, മതപരമായ ഒരു പള്ളിന്റെ കാര്യം പറഞ്ഞാൽ, ഒരു ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ അതിൽ ശാരീരികവും സാമ്പത്തികമായി മുന്നിട്ടിറങ്ങണം. ഒരു പള്ളിയിൽ ക്ലാസ് ഉണ്ട്, അല്ലെ ഒരു മദ്രസന്റെ പ്രശ്നമുണ്ട്, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയണേ? എനിക്ക് ഭയങ്കര ബിസിയാ, ഒരു സമയമില്ല, കടയിലാളില്ല, അവിടെ കുടുംബത്തിലുണ്ട്, മകന്റെ കാര്യമുണ്ട്, മകളെ കാര്യമുണ്ട്, ഒരുപാട് ദുനിയാവിന്റെ കുറെ ആഘോഷം, അതുണ്ട് ഇതുണ്ട് പറഞ്ഞിട്ട് നമ്മൾ ഒഴിഞ്ഞു മാറുക. നിങ്ങൾ ആലോചിച്ചു, എന്നാ ദുനിയാവിന്റെ ഒരു കാര്യം പറഞ്ഞു നോക്കണ്ടേ? ദീനിന്റെ എല്ലാം മാറ്റി വെച്ചിട്ട് ആൾക്കാരൊക്കെ അവിടെ പോകില്ലേ?
നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ ആലോചിച്ചു പോവുകയാ ഇന്ന് മനുഷ്യന്മാരുടെ അവസ്ഥ. കോഴിക്കോട് ടൗണിൽ വലിയ ഒരു പള്ളിയിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക, റമളാനിൽ ക്ലാസ് നടക്കുക. ആ ടൗൺ പള്ളിയിലെ മുന്നിലാണ്, കോഴിക്കോട് ടൗണാണ്, പാളയ ബസ് സ്റ്റാൻഡിന്റെ മുമ്പിൽ. അവിടെ വെച്ചിട്ട് ഇങ്ങനെ പല സാധനങ്ങളും വിൽക്കുന്നുണ്ട്. കുറെ വർഷങ്ങൾക്ക് മുമ്പാ ആളുകൾ തടിച്ചു കൂടിയിട്ട് പള്ളിന്റെ ഗേറ്റില്. അപ്പൊ പല കോമഡി കാസറ്റുകളും കാര്യങ്ങളും ഒക്കെ വിൽക്കുന്ന അവിടെ ആളുകൾ കണ്ടമാനം. പള്ളിന്റെ ക്ലാസ് അവിടെ ഉണ്ട്, ക്ലാസ്സിന് ആളുകൾ കുറവാണ്. അപ്പൊ വേറൊരാൾ പറഞ്ഞു കൊടുത്തു, ഈ തിരക്ക് പള്ളിന്റെ മുന്നിൽ നിന്ന് ഒഴിവാക്കണം. എന്താ കാര്യം? ഒന്നും വേണ്ട, ഖുർആന്റെ വയലിന്റെ സീഡിയാണ് ഓണാക്കിയാൽ ഇതൊക്കെ പോയിക്കോളും. ഇപ്പൊ ആരംഗത്തുക അല്ലേ? ഇപ്പൊ നമ്മളാലോചിച്ച് നമ്മളെ മക്കളെ കിട്ടുന്നുണ്ടോ? നമ്മൾ കുറച്ചെങ്കിലും നിൽക്കുന്നുണ്ട്, മക്കളെ നമ്മൾ പറഞ്ഞേക്കുന്നില്ല. ദീനിൽ വരുന്നുണ്ടോ? ദീനിന്റെ സദസ്സിലേക്കുണ്ടോ? ഇൽമിന്റെ മജ്‌ലിസിലേക്കുണ്ടോ? അതിന് ഉത്തരവാദികൾ നമ്മൾ. അല്ലാഹു തആല പറയുന്നത് കേട്ടോളൂ, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, മാലക്കും നിങ്ങൾക്ക് എന്ത് പറ്റി, ഇദാ ഖീല ലക്കും ഇൻഫിറൂ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെടണം, സബീലില്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാഖൽതും മിനൽ അർളി, ഭൂമിയിലേക്ക് നിങ്ങൾ തൂങ്ങി നിൽക്കുകയാണോ? ഭൂമിയിലേക്ക് നിങ്ങൾ പതിഞ്ഞു നിൽക്കുകയാണോ? അറളീതും ബിൽ ഹയാത്തി ദുനിയാ മിനൽ ആഖിറ, നിങ്ങൾ പരലോകത്തെ ഇല്ലാതെ ഇഹലോകം കൊണ്ട് മാത്രം സംതൃപ്തി അടയുകയാണോ? ഫമാ മതാഉൽ ഹയാത്തി ദുനിയാ, തീർച്ചയായും ദുനിയാവിന്റെ വിഭവങ്ങൾ ഫിൽ ആഖിറ, ആഖിറത്തിനെ വെച്ച് നോക്കുമ്പോൾ മില്ലാ ഖലീൽ, വളരെ കുറച്ച് മാത്രമാണ്, വളരെ അങ്കുലി പരിമിതമാണ്. ഇല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കുക. മകന്റെ വിഷയം, ബിസിനസിന്റെ വിഷയം, പല കാര്യം, മകളുടെ വിഷയം, ഇതൊക്കെ ഇല്ലാതാക്കാൻ പഠിച്ചുകൊണ്ട് കഴിയും. പള്ളിയിലെ ഖുർആൻ ക്ലാസ് ഉണ്ട്, വരണം, എന്താ കാണാത്ത ചോദിച്ചാലോ, കുറെ കച്ചവടം ഉണ്ട്, ആ കച്ചവടം ഇല്ലാതാക്കാൻ അല്ലാത്ത നിമിഷം മതി. നമ്മൾ മക്കളാ അല്ലേ, ഭാര്യ, കുടുംബ, ഇതൊക്കെ ഇല്ലാതാക്കാൻ പരീക്ഷണം തരാൻ കഴിയും. അപ്പൊ അതാ തടസ്സമെങ്കിൽ അത് ഒഴിവാക്കാൻ ഒരു പണിയില്ല, പഠിച്ചവൻ പ്രയാസമൊന്നുമില്ല. അല്ല പറയാ, ഇത് നിങ്ങള് ദുനിയാവിന്റെ പിന്നാലെ പോയി മതം മാറ്റി വെച്ച് ഫീസബിലേക്ക് സമയമില്ലെങ്കിൽ അല്ലാഹു തആല നിങ്ങളെ കഠിനമായി ശിക്ഷിക്കും. മാരരോഗങ്ങളാകാം, അപകടങ്ങളാവാം, ഭാരിച്ച കടബാധ്യതയാവാം, പല പരീക്ഷണം, മാറാവ്യാധികളാകാം, പകർച്ചവ്യാധികളാകാം, പല പരീക്ഷണങ്ങളും മുസ്ലിം ഉമ്മത്തിൽ വരും. വയസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും, നിങ്ങളല്ലാത്തൊരു വിഭാഗത്തെ അള്ളാഹു പകരം കൊണ്ടുവരും. അള്ളാഹിന്റെ ദീൻ നോക്കാൻ. വലാ തദുറുഹു ഷൈഅൻ, അള്ളാഹ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ല. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കൈയുള്ളവനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശ്വാസികളെ, നമ്മൾ മതപരമായ കാര്യങ്ങളെ, പരലോകത്തിന് പ്രാധാന്യം കൊടുക്കുക. ഇഹലോകത്തിന് അർഹമായത് മാത്രം കൊടുത്താൽ മതി. അള്ളാഹുവിന്റെ ദീൻ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും. അൽഹംദുലില്ലാഹ് ഹദാനാ ലിഹാദാ വമാ കുന്നാ നഹ്തദി ലൗലാ അൻ ഹദാനാ. യാ അയ്യുന്നാസ് ഉസീക്കും ബിതഖ്വല്ലാഹ്. വിശ്വാസികളെ, വിശ്വാസിനികൾ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പകർത്തി പാലിച്ച് ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശ്വാസികളെ, ഐഹികമായ ജീവിതത്തിന് നമ്മൾ എത്രമാത്രം പ്രാധാന്യമാണ് കൊടുക്കേണ്ടത്, പരലോകത്തിന് എത്രമാത്രമാണ് എന്നുള്ള കാര്യങ്ങളാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് നിർദ്ദേശിച്ചതുപോലെ. ഖാറൂൻ മുതലാളിയോട് പോലും പറഞ്ഞ വാക്ക് ഖുർആനിലുണ്ട്, വബ്തഗി മാ അതാകല്ലാഹ് ദാറൽ ആഖിറ. അള്ളാഹു നിനക്ക് നൽകിയ എല്ലാ സമ്പത്ത് കൊണ്ടും സൗകര്യങ്ങൾ കൊണ്ടും നിന്റെ ആരോഗ്യം കൊണ്ടും എല്ലാം കൊണ്ടും നീ നേടേണ്ടത് പരലോകമാണ്, ദീനാണ്, മതപരമായ പാരത്രിക ലോകമാണ്. വലാ തൻസ നസീബക മിനദ് ദുനിയ, ദുനിയാവിൽ നിനക്ക് ജീവിക്കാനുള്ള നിന്റെ നസീബ്, നിന്റെ ഓഹരി, അത് നീ മറന്നു പോവുകയും ചെയ്യരുത് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ പല ആളുകൾക്കുമുള്ള ഒരു സങ്കല്പം, മറ്റുള്ള ആളുകൾക്കൊക്കെ സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ നൽകുന്നുണ്ടല്ലേ. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞല്ലേ, അള്ളാഹുവെ, നീ ഫിർഔന് ദുനിയാവും സമ്പത്തും സന്താനങ്ങളും എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുത്തല്ല എന്ന് പറഞ്ഞില്ലേ, ഖുർആനിൽ പറഞ്ഞില്ലേ. ഇങ്ങനെ ഒരു സമീപനം ചില ആളുകൾക്ക് തോന്നാറുണ്ട്. എങ്കിൽ ഖുർആൻ അതിന് കൊടുക്കുന്ന ഒരു മറുപടി എന്താണെന്ന് നമ്മൾ വെച്ചാൽ അല്ലാഹു തആല പറയുക, നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്. അയഹ്സബൂൻ, അവർ വിചാരിക്കുകയാണോ, അന്നമാ നുമിദ്ദുഹും ബിഹി മിൻ മാലിൻ വബനീൻ, ദീനും മതപരമായ കാര്യങ്ങളും അല്ലാഹുവും റസൂലും ദീനൊന്നുമില്ലാത്ത ആളുകൾക്ക് ഇഷ്ടം പോലെ അല്ലാഹ് സമ്പത്ത് കൊടുക്കും. ഹറാമിന്റെ ബിസിനസ് ചെയ്യുന്നവന് ഇഷ്ടം പോലെ അഭിവൃദ്ധി കൊടുക്കും, എല്ലാം കൊടുക്കും. അന്നമാ നുമിദ്ദുഹും ബിഹി മിൻ മാലിൻ വബനീൻ, സന്താനങ്ങളെ കൊടുക്കും, സമ്പത്ത് കൊടുക്കും. നുസാരി ലഹും ഫിൽ ഖൈറാത്ത്, അവർക്ക് നാം ദുനിയാവിൽ ഒരുപാട് നന്മകൾ കൊടുക്കും. വല്ലാ യശ്ഉറൂൻ, അവർക്ക് അത് അറിഞ്ഞുകൂടാ എന്തിനാണിത് പരീക്ഷണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് എന്ന്, അല്ലേ?
ദുനിയാവിന്റെ അതേപരമ അള്ളാഹിനെ കുറിച്ചുള്ള ദിക്റും ഫലം മനസ്സുമാ ദുഃഖിറൂബി. ദുനിയാവ് മറക്കുമ്പം അവർക്ക് ദീന് മറക്കുമ്പോൾ അവർക്ക് ദുനിയാവിന്റെ ഫതഹ്ന അലൈഹിം അവർക്ക് ഇഷ്ടം പോലെ ദുനിയാവിന്റെ ഒരുപാട് ബർക്കത്തുകൾ അല്ലാഹു കൊടുക്കുന്നു. അവസാനം അവരെ ഘട്ടം ഘട്ടമായി അവസാനം ഒരു പിടുത്തം പിടിക്കാണ്ടെന്ന ഫൈദാഹും മുബ്ലിസൂൻ. അപ്പോൾ നിരാശരാകും അല്ലേ? നമ്മളൊരു മീനെ പിടിക്കും പോലെ ഇരകോത്ത് അതിനിട്ട് കൊടുക്കുമ്പോൾ അത് കൊത്തി അത് ഇങ്ങനെ കടിച്ച് അതിനിങ്ങനെ കൊടുത്ത് അത് ഒന്നായിട്ട് വലിച്ചെടുക്കും പോലെ അവസാനം ഒരു പിടുത്തം, ഇന്ന ബത്ശ റബ്ബിക ലശദീദ്, ശക്തമായൊരു പിടുത്തം വരാനുണ്ട്. അപ്പൊ നമ്മൾ ഖേദിച്ചിട്ടോ ദുഃഖിച്ചിട്ടോ ഒന്നും കാര്യമില്ല. അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് പരലോകത്തിന് കൂടുതൽ പ്രാമുഖ്യവും കൊടുത്ത് ഇഹലോകത്തിന് അതാതിന്റെ കാര്യങ്ങൾ പരിഗണന കൊടുത്ത് അള്ളാഹു റസൂലും പറഞ്ഞതെല്ലാം നിർവഹിച്ച് അള്ളാഹു ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന, അള്ളാഹു ദുനിയാവിൽ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം, വഫിൽ ആഖിറതി ഹസന, പരലോകത്തിലും ആഖിറത്തിലും വഖിന അദാബന്നാർ, നരക ശിക്ഷയിൽ കാത്തുരക്ഷിക്കണം. ദുആ ചെയ്ത് ജീവിക്കുക.